ഹിന്ദിയിലേക്ക് പോവാണെങ്കിൽ ബ്രഹ്മാസ്ത്ര ചെയ്തു. അപ്പോൾ ഒരുപാട് പാട്ടുപാടി ബിഗ് സ്റ്റാർസിന്റെ കൂടെയാണ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ലൈക്ക് നമ്മൾ ഒരു ചെറിയൊരു സ്പാൻ ഓഫ് ടൈം കൊണ്ട് തന്നെ ഇത്രയും ഒരു ഇതിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇത്രയും ലാംഗ്വേജസിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിരുന്നോ? ബ്രഹ്മാസ്ത്ര ശരിക്കും ഭയങ്കര ആദർശമാണ്. എനിക്കൊരു ദിവസം പ്രീതം സാർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഹായ് ദിസ് ഇസ് പ്രീതം മ്യൂസിക് കമ്പോസർ. അപ്പം എനിക്ക് മനസ്സിലായില്ല. No, this I'm calling from Bombay. I have been doing music since last 25 years. I have done Doom. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു സാർ യു ഡോണ്ട് നീഡ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എനിക്ക് സാറിൻ്റെ ധൂമിൻ്റെ ഓഡിയോ കാസറ്റ് വരെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ പ്ലീസ് ഡോണ്ട് ഇൻട്രൊഡ്യൂസ്. ഐ ജസ്റ്റ് ഗോട്ട് സർപ്രൈസ്ഡ്. നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ആൻഡ് ദെൻ സാറ് അരിജിത്ത് പാടിയ വേർഷൻ, കേസരിയാൻ്റെ വേർഷൻ അയച്ചു തന്നു. ആൻഡ് ദെൻ ഐ ഹാഡ് ടു സിങ് ദ മലയാളം. അപ്പോൾ അത് മലയാളം എഴുതിയത് ശബരീഷ് വർമ്മയാണ് ലിറിക്സ് എഴുതിയത്. പിന്നെ നമ്മൾ സൂമിലൂടെ ഇരുന്നിട്ട് ആ സോങ് പാടി. പക്ഷെ അത് ഞാൻ ഒരിക്കലും ഓർക്കുന്നില്ല. അത് എന്താ പറയുക, എക്കാലത്തെയും ഹിറ്റായിട്ടുള്ള ഒരു ട്രാക്കാണ് കേസരി. അപ്പം അതിന്റെ മലയാളം ഇത് പാടാൻ ഒരു ഭാഗ്യം ലഭിച്ചാൽ ഒരുപാട് സന്തോഷം. പക്ഷെ താങ്ക്സ് ടു പ്രീതം സർ. സാറാണ് അത് അപ്രൂവ് ചെയ്തത്. സോ താങ്ക്സ് ടു. നമ്മള് ഹൃദയത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഒരു സോങ് ഉണ്ട്, അരുൺ നീലകണ്ഠൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അരികെ നിന്ന നിഴൽ പോലും മാഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത്. ഏറ്റവും ഇതുവരെ ആയിട്ടുള്ള ഒരു ലൈഫിൽ കംപ്ലീറ്റ് ഒരു ഡാർക്ക് കിട്ടിയ അതുപോലത്തെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഒരു സിനിമ കഴിയുമ്പോഴില്ലേ, ഒരു സിനിമ തീർന്ന് കഴിയുമ്പം ആക്ച്വലി നമ്മളൊരു ഞാനൊരു ഡാർക്ക് സോണിലേക്ക് പോകും. കാരണം ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഭയങ്കര വലുതാണ്. നമ്മള് കണ്ടിന്യൂസ്ലി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നതിലുപരി ഒരു ഫിലിം കഴിയുമ്പോൾ, ഇപ്പം എനിക്ക് മാമൻ സിനിമ കഴിഞ്ഞു, ഞാൻ ആക്ച്വലി ബ്ലാക്ക്ഡ് ഔട്ട് ആയിരുന്നു. മാമന് വേണ്ടി വർക്ക് ചെയ്ത് മാമൻ ഹിറ്റായി. ഇനി എന്താണ് ഇനി നെക്സ്റ്റ്? അപ്പോഴാണ് പിന്നെ KCF 2 വന്നത്. ഇപ്പൊ KCF 2 ഇറങ്ങി ഇപ്പോഴും ഞാൻ ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. ഇപ്പൊ ഒരു 3-4 ദിവസം ഈ ആൾക്കാരുടെ ഫീഡ്ബാക്ക് അവിടുന്ന് ഇവിടുന്നും നല്ല റെസ്പോൺസസ് വരുന്നു, എല്ലാവരും വിളിച്ച് ഗംഭീരം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ എന്നോട് നോക്കി ഇനി എന്താണ് നെക്സ്റ്റ്. ഇത് ആക്ച്വലി ഒരു ബ്ലാക്ക് സോൺ ആണ് എന്നെ സംബന്ധിച്ച്. ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സോൺ, ആ സോൺ മറികടന്ന് മുന്നോട്ട് പോവാന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. കാരണം നമ്മളിരുന്ന് വർക്ക് ചെയ്യണ്ടേ, ഇമോഷണലി നമ്മൾ കുറച്ചൊന്ന് സ്ട്രോങ് ആവണമല്ലോ. അപ്പൊ അത് എപ്പോഴും ഒരു വേവ് ലെങ്ത് പോലെ കണ്ടിന്യൂസ്ലി താന്ന്. പക്ഷെ അപ്പം ഇടയ്ക്ക് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ബ്രേക്ക് എടുക്കും, കുറച്ച് ദിവസം ഒന്ന് ബ്രേക്ക് എടുത്ത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ടയേർഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റൂല. അപ്പൊ ഇപ്പൊ അസിസ്റ്റൻസ് ആണെങ്കിലും വൈഫാണെങ്കിലും ആരാണെങ്കിലും ഞാൻ പൊതുവെ ഒറ്റയ്ക്ക് ഞാൻ എവിടെയെങ്കിലും പോയിരിക്കും. അപ്പൊ എനിക്കൊരു 2-3 ദിവസം എനിക്ക് ഒറ്റയ്ക്ക് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ മൊത്തത്തിൽ അനുഭവം. അപ്പം അത് എൻ്റെ ഒരു പാറ്റേൺ ആയിരിക്കും. ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എല്ലാവർക്കും ലീവ് കൊടുക്കും, എല്ലാവരോടും വീട്ടിൽ പോകാൻ പറയും. റെസ്റ്റ് കൊടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് സെൽഫ് റിഫ്ലക്ഷൻ. ഈ പൃഥ്വിരാജിന്റെ ഈ താ എന്നൊരു ലെറ്ററിന് ഇത്രമാത്രം ഫയർ ഉണ്ടെന്ന് പുള്ളി പാടിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോ അത് ഭയങ്കര ഗംഭീര സെലക്ഷൻ ആയിരുന്നു. അതെങ്ങനെയായിരുന്നു? അത് വിനീതേട്ടനോട് താങ്ക്സ് പറയണം. വിനീതേട്ടനാണ് അത് സജസ്റ്റ് ചെയ്തത്. നമ്മൾ പല ഓപ്ഷൻസും നോക്കി, പല സിംഗേഴ്സിന്റെ ഓപ്ഷൻ നോക്കി. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വിനീതേട്ടൻ പറഞ്ഞു ഷാം നമുക്ക് പൃഥ്വിരാജിനെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിപ്പിച്ചല്ലോ. അപ്പൊ ഞാൻ ഒബ്വിയസ്ലി ഐ വാസ് ഓക്കെ. കാരണം എനിക്ക് പൃഥ്വിരാജ് പാടുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഏകദേശം ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു. പുള്ളി ആ സ്വാഗും ആ ഒരു ലേഡ് ബാക്ക് ഒരു സിംഗിങ് ഉണ്ട്. അപ്പൊ അത് കൊണ്ടുവന്നപ്പം വർക്കായി അത് ഭയങ്കരമായിട്ട്. അത് പ്രണവിന്റെ വിഷ്വൽസിലൂടെയും ആ വോയിസ് വന്നപ്പോ കറക്റ്റ്. അത് എല്ലാവരും അതിൽ പറയുന്നതെന്ന് വെച്ചാൽ താ എന്നൊരു മലയാളം ലെറ്ററിന് ഇത്രമാത്രം പവർ ഉണ്ടോ, ഇത്രമാത്രം ഗാംഭീര്യം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ എല്ലാ സോങ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും മലയാളം സോങ്സ് ആയാലും മറ്റ് ലാംഗ്വേജസിലായാലും അതിൽ ലാംഗ്വേജ് മിക്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൂടി അതിലുണ്ട്. അത് ശരിക്കും ഒരു മാർക്ക് പോലെ ക്രിയേറ്റ് ചെയ്യുന്നതാണോ? അതായത് ഇപ്പൊ നമ്മള് ഒരു മലയാളം സോങ് നോക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോ ഫസ്റ്റ് 2-3 ലൈൻസ് ഇംഗ്ലീഷ് ഉണ്ടാവുന്നുണ്ട്, ചിലപ്പോ അതിന്റെ ഇടയിൽ വേറൊരു ഹിന്ദി ടൈപ്പ് ഉണ്ടാവുന്നുണ്ട്. അത് എങ്ങനെയായിരുന്നു? യുനാനിമസ് ഡിസിഷൻ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ വൺസ് മോർ എന്ന് പറഞ്ഞ പടം അർജുൻ ദാസിന് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു സോങ് ഉണ്ട്. അതിൽ നമ്മളൊരു മലയാളം മിക്സ് തമിഴ് അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട് അത് ചെയ്യുന്നത്. അപ്പൊ അത് ആ കഥയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. ആ കഥ അത്
ആവശ്യപ്പെടുന്നത് കൊണ്ട് നമ്മളങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഡയറക്ടറും എല്ലാവരും കൂടെ യുനാനിമസ് കോൾ എടുക്കും. ഫോർ എക്സാമ്പിൾ പുഷ്പ എന്ന് പറയുന്ന സിനിമയില് അതില് മലയാളമാണ്. അത് ആക്ച്വലി ആ ട്രാക്കിന് അതില് മലയാളം ഇൻഫ്ലുവൻസ് ഒന്നും ആ സിനിമയിലില്ല. പക്ഷെ ആ പാട്ടിനെ ഒന്ന് എക്സൈറ്റ് ചെയ്യിപ്പിക്കാനും കേൾക്കുന്ന ആൾക്കാർ ഓ ഇത് ഭയങ്കര രസമുണ്ടല്ലോ, പെട്ടെന്ന് എന്താ മലയാളം ലിറിക്സ് വരുന്നത്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ പ്ലാൻ, എന്താണ് ആ സോങ്ങിൽ ഉദ്ദേശിക്കുന്നത്, ആ സോങ്ങിനെ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കണം, അതിന്റെ ഒരു USP ആയിരിക്കും ഒരു പക്ഷേ മിക്സിംഗ് ഓഫ് ലാംഗ്വേജ്. അതിലാണ് ഇപ്പം ഇംഗ്ലീഷ് ഫോർ എക്സാമ്പിൾ ആരാധ്യ ഖുഷിയില് അത് ഇംഗ്ലീഷ് അതിൻ്റെ അകത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ കമ്പോസ് ചെയ്ത സമയത്ത് ഞാൻ ആക്ച്വലി നാച്ചുറലി വെറുതെ അങ്ങനെ പാടിയതാ. അങ്ങനെ പാടിയിട്ട് ആരാധ്യ അങ്ങനെ പോയതാ. അപ്പൊ ഡയറക്ടറിന് അത് ഇഷ്ടമായി. കുറച്ച് പെട്ടെന്നൊരു ആദ്യത്തെ 5-10 സെക്കൻഡില് പെട്ടെന്ന് എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ കൊണ്ടുവരാൻ ശ്രമിച്ചതാ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലാംഗ്വേജ് മാറുന്നത്. എന്തായാലും ആരാധി ഇപ്പൊ ചെറുതായിട്ട് പാടില്ല. പാടാം. അറിയാതെ മനസ്സാകെ തൂമധുര പ്രണയം തൂവി തൂവി കണ്ണിമയോരം താരകൾ മിന്നുന്നേ, ഇരുൾ മൂടിയുറങ്ങും ചെമ്പനി നീരെ പുൽകിയുണർത്തും വെൺമതി നീയെ ആരാധ്യ ആരാധ്യ തമ്മിൽ തമ്മിൽ ചേരാമെന്നും ആരാധ്യ 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 നീയില്ലാതിന്നില്ലൻ ജന്മം ആരാധ്യ. വിജയ് ദേവരകൊണ്ടന്റെ ഫസ്റ്റ് പടത്തില് അർജുൻ റെഡ്ഡിയിൽ ഒരുപാട് ഇതുപോലത്തെ സോങ്സ് ഉണ്ടായിരുന്നു. ആ പാട്ടുകൾ കൊണ്ട് ഭയങ്കര ഹിറ്റായ ഒരു സിനിമ കൂടിയാണ് അത്. അതിനുശേഷം പുള്ളിയുടെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വീണ്ടും ഒരു പാട്ടുകളിലൂടെ പുള്ളി ഓർമ്മിപ്പിച്ച ഒരു ഫിലിം കൂടിയാണ് ഇത്. ആരാധ്യ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഹിറ്റ് എല്ലാ ലാംഗ്വേജസിലും അത് വന്നു. ഒരു പ്രേമപ്പാട്ട്. ഇല്ല, അത് ഖുഷി ഫിലിം എനിക്കെപ്പോഴും ഒരിക്കലും മറക്കാനാവാത്ത ഒരു നാഴികക്കല്ലായിരിക്കും ആ സിനിമ. കാരണം ഹൃദയത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഒരു ഫിലിമാണ് ഖുഷി. അതും അത്രയും വലിയൊരു ബഡ്ജറ്റ് ഫിലിമായിരുന്നു. വിജയ് ദേവരകൊണ്ട, സമന്ത വർക്ക് ചെയ്തു. മൈത്രി ഫിലിം മേക്കേഴ്സ് ആണ്. ഡയറക്ടർ ശിവ നിർവാണ. ശിവ ഓൾറെഡി പ്രീവിയസ്ലി വർക്ക് ചെയ്ത ഡയറക്ടറാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സിനിമയിലേക്ക് നമ്മൾ വരുമ്പം ഒബ്വിയസ്ലി ഇതിന്റെ സ്റ്റേക്സ് ഭയങ്കര ഹൈ ആണ്. കാരണം ഈ സോങ്സ് വർക്ക് ആവണം വിജയന്റെ സിനിമയില്. കാരണം പുള്ളി അവര് ഭയങ്കര സോങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയും ആണ്, ആക്ടേഴ്സും ആണ്. അപ്പം അതിന്റെ ഒരു തോന്നല് ഭയങ്കരമായിട്ട് കരുതല് മനസ്സിലുണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് സംഭവ അതിലെ എല്ലാ പാട്ടും ഇപ്പൊ ഖുഷി ടൈറ്റിൽ സോങ് ആണ്, നാറോജാനുവേ, എല്ലാ സോങ്ങും നല്ല രീതിയിൽ മണിരത്നം ഫാന് ആ ഒരു സമയത്തുണ്ടായിരുന്നു. മണിരത്നത്തിന്റെ അത് പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടിയാണ്. സിനിമയിൽ അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് വരുന്നുണ്ട്. അങ്ങനെയാണ് ശിവ പറഞ്ഞത് നമുക്ക് മണിരത്നം സാറിന്റെ ഫിലിംസിന്റെ പേര് വെച്ചിട്ട് ചെയ്താലോ. അങ്ങനെയാണ് ആ സോങ് വർക്ക് ചെയ്തത്.